എന്നിട്ടെന്താ പോയപ്പോ ഞങ്ങളെ കൂടി വിളിക്കാഞ്ഞത്? ഒരുമിച്ച് നിന്ന് അവനിട്ട് കൊടുക്കായിരുന്നല്ലോ. ആദ്യം ഇതെന്നാ സംഭവമെന്നറിയാൻ പോയതാ. ഉള്ളതാണോന്നറിയാതെ നിങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് എന്നാ കാര്യമുള്ളേ? ഇനി എന്താ ചെയ്യേണ്ടെന്നറിയാനാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എൽസമ്മ അറിഞ്ഞോ ഈ സംഭവം? നേരിട്ട് വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. നന്നായി. അവളും കൂടി ഉള്ളപ്പോ സംസാരിക്കേണ്ട കാര്യമല്ലേ? ഈ മുടിഞ്ഞ ധ്യാനം കൂടുതലും കൺമനുഷ്യന് പോക്കും ഇതോടെ നിർത്തിയേക്കാൻ പറഞ്ഞോ? ഞാൻ മാത്രമല്ലല്ലോ അവൾക്കുള്ളത്. നിങ്ങളൊക്കെ അവളുടെ ആരാ? പറഞ്ഞ് സമ്മതിപ്പിക്ക്. ഞാൻ മാത്രം നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാ മതിയോ? ഇത് ഒരുമാതിരി നാണം കെട്ട കേസായി പോയല്ലോ. കേട്ടല്ലോ അപ്പന്റെ ലീലാവിലാസങ്ങൾ. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്കൊക്കെ? മൂത്ത ഒരെണ്ണം കൂടി ഉണ്ടെന്ന് നിനക്കൊക്കെ ചേച്ചിയായിട്ട്. നല്ല സുന്ദരി ചേച്ചിയാ, ഞാൻ കണ്ടായിരുന്നു. മിണ്ടാതിരിക്കട്ടെ എൽസ. പിള്ളേരുടെ മെക്കിട്ട് കയറാതെ എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കണ്ടേ? അല്ലാതെ സ്റ്റാൻലി തെറി പറഞ്ഞിട്ടോ എൽസമ്മയെ പറഞ്ഞിട്ടോ ഈ പിള്ളേരെ വരട്ടിട്ടോ ഒരു കാര്യമില്ല. എന്തോന്ന് ആലോചിക്കാൻ? ഇതിനു മാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു? നമ്മൾ എല്ലാവരും കൂടെ അവിടെ ചെല്ലുന്നു, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് ഫലം? അവിടെ ചെന്ന അവന്റെ മുന്നിൽ പഞ്ചപുച്ഛ മടക്കി നിന്ന് വേണം സംസാരിക്കാൻ. ദേഷ്യം വന്നാ നമ്മൾ വല്ലതൊക്കെ പറഞ്ഞു പോകും. കടക്ക് പുറത്തെന്ന് പറഞ്ഞ് നമ്മളെ അവൻ ഇറക്കി വിടുകയും ചെയ്യും. ഞാൻ ചെന്ന് സംസാരിച്ചപ്പോ എന്നെ പറഞ്ഞതൊന്നും നിങ്ങളാരും കേട്ടില്ലല്ലോ. കേട്ടാൽ എന്ത് കാര്യം? ഇത്രയും കാലത്തിനിടയ്ക്ക് അവന്റെ നേരെ നിന്ന് 4 വർത്താനം പറയാനുള്ള ചുണ നിങ്ങൾക്ക് 4 പേർക്കും ഉണ്ടായിട്ടില്ലല്ലോ. അതെന്നെ അങ്ങനെ പറയുന്നേ? ഞങ്ങൾ ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് ചുണയില്ലാഞ്ഞിട്ടാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? മനുഷ്യനോട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പട്ടിയെ കൂടെ കയറ്റിയിരുത്തി നമ്മളോട് സംസാരിക്കുന്ന ആ പട്ടിയോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തോണ്ടാ. എന്നെ സേവിച്ച ചുമ്മാ ഉരുളല്ലേ നീ? നീ ഓർക്കുന്നില്ലേ റീത്തെ, പണ്ട് പ്രശ്നം ഉണ്ടായപ്പോ അച്ഛയും സ്റ്റീവനും കൂടെ അയാളോട് സംസാരിക്കാൻ പോയത്? കൊല്ലാനും തിന്നാനും മടിക്കാത്ത കുറെ പട്ടികളുടെ ഇടയിൽ ഒരുത്തൻ. സ്റ്റാൻലി ഒന്ന് വിരലിനൊടിച്ചാ പിന്നെ മനുഷ്യനാണെന്നൊന്നും അതുങ്ങൾക്ക് നോട്ടമില്ല. അച്ഛയുടെ സ്റ്റീവന്റെ ഒച്ച ചെറുതായിട്ടൊന്ന് കൂടിയപ്പോഴേ റിവോൾവർ എടുത്ത് ചങ്ങനെ നേരെ ചൂണ്ടി നിർത്തിയതേ 10 മിനിറ്റാ.